ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ലാതെയുമായിട്ട് എത്തിച്ചേരുക. വ്യക്തിഗത ഇൻഷുറൻസിൽ GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിനെ സംബന്ധിച്ചതിന് പിന്നാലെയാണ് പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള 25 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 21ാം ഗഡുവായിട്ടുള്ള 2000 രൂപയും ദീപാവലിയോടനുബന്ധിച്ച് വിതരണം നടക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ, കാർഷിക സഹായങ്ങൾ, അതുപോലെ PM കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ കർഷകർ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളിലെയോ അക്ഷയ കേന്ദ്രങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട് കർഷക ID കാർഡ് എടുക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് അതുപോലെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കർഷകൻ്റെ കൃഷിഭൂമിയുമായിട്ട് സംബന്ധിച്ച രേഖകളും കരമടച്ച റെസീറ്റും ഉൾപ്പെടെയുള്ള രേഖകളുമായിട്ട് എത്തിയാണ് ID ജനറേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ തകരാറ് മൂലം ID ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഇതോട് കൂടിയിട്ട് തന്നെ ഇവരോടൊപ്പം ID ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.